കേരളത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ ഓരോ സന്ദർശനവും വെറും സന്ദർശനം മാത്രമല്ല, അത് വികസനത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്ന ഒരു നിമിഷമാണ്. കൊച്ചിയിൽ മാരിടൈം, ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് റിപ്പയർ മേഖലകളിൽ നിന്ന് തുടങ്ങി ഹൈവേ, റെയിൽ, എനർജി, റിഫൈനറി മേഖലകളിലേക്ക് വരെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത കാലത്ത് രാജ്യത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടത്. റെയിൽവേ രംഗത്ത് പുതിയ ട്രെയിൻ സർവീസുകൾ, പ്രത്യേകിച്ച് അമൃത് ഭാരത് എക്സ്പ്രസ് പോലുള്ള പദ്ധതികൾ കേരളത്തിന്റെ കണക്ടിവിറ്റിയും യാത്രാ വേഗതയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിനും അനുബന്ധമായ വലിയ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിലൂടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തിൽ കേരളത്തിനുള്ള നിർണായക പങ്ക് മോദിജി എത്ര ഗൗരവത്തോടെ കാണുന്നുവെന്നതും വ്യക്തമാകുന്നു. ഇപ്പോഴത്തെ സന്ദർശനവും അതേ ദിശയിലാണ്. ഏകദേശം 10,800 കോടി മൂല്യമുള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ദേശീയപാത വികസനത്തിൽ നാഷണൽ ഹൈവേ 66 ഉൾപ്പെടെയുള്ള വിപുലീകരണ പ്രവർത്തനങ്ങൾ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി റിഫൈനറിയിലെ പോളിപ്രൊപ്പലിൻ യൂണിറ്റ് പോലുള്ള വലിയ വ്യവസായ നിക്ഷേപങ്ങൾ, റെയിൽ, ഗ്രാമീണ റോഡുകൾ, സോളാർ എനർജി തുടങ്ങി മേഖലകളിലെ പദ്ധതികൾ എല്ലാം കൂടി കേരളത്തിന്റെ വികസന യാത്രയെ വേഗത്തിലാക്കുകയാണ്. അതേസമയം ജനങ്ങൾക്ക് സന്തോഷം നൽകേണ്ട ഈ വികസന നിമിഷത്തെയും സംസ്ഥാനത്തെ LDF സർക്കാർ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. വികസന പരിപാടികളെ ബഹിഷ്കരിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഭാവി വികസനത്തിലൂടെയാണ്. ആ വികസന യാത്രയ്ക്ക് ശക്തി നൽകുന്നത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയാണ്.